ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ലിപ് പിഗ്മെൻറ്റേഷൻ ആൻഡ് ഡാർക്ക്നെസ് അതാർക്കും ഇഷ്ടമല്ല. ലിപ്സ്റ്റിക്സ് മാത്രമല്ല ഡാർക്ക് ലിപ്സിൻ്റെ റീസൺ. നമ്മൾ എന്ത് ട്രീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ശരിക്കുമുള്ള റീസൺ അറിഞ്ഞു വേണം ട്രീറ്റ് ചെയ്യാൻ, എന്നാലേ ശരിക്കുമുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ദിസ് ഈസ് സുമി. വെൽക്കം ടു മൈ ചാനൽ ഓറ ബൈ സുമി. ഡാർക്ക് ലിപ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് വരാനുള്ള റീസൺസ് നോക്കാം. ഹെറിഡിറ്ററി. ഇപ്പോൾ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഡാർക്ക് ലിപ്സ് ഉണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്മോക്കിംഗ് ചെയ്യുന്നവരുടെ ലിപ്സ് കണ്ടാൽ അറിയാം അത് എക്സ്ട്രീംലി ഡാർക്കായിരിക്കും. എക്സസീവ് കഫേൻ ഇൻടേക്ക്. അധികം ചായ, കാപ്പി ഇതൊക്കെ കുടിക്കുന്നവരിലും ഡാർക്ക് ലിപ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺ ആണ് ഡീഹൈഡ്രേഷൻ. നമ്മുടെ ലിപ്സ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുക, ജ്യൂസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ ധാരാളം കഴിക്കുക. നമ്മളെല്ലാവരും ലിപ് ബാംസ് യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലിപ് ലിക്കിംഗ്. നമ്മളിൽ പലരും എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ലിപ്പ് ടങ് കൊണ്ട് ലിക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഈവൻ വേഴ്സ് ആക്കിയുള്ളൂ. എസ്പെഷ്യലി ക്രാക്ഡ് ലിപ്സൊക്കെ ഉള്ളവരിൽ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കൂട്ടും. ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ലൈക്ക് ഡീപ്പ് റെഡ്, മെറൂൺ അങ്ങനെയുള്ള കളേഴ്സൊക്കെ ലിപ്സിൽ പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കും. മാത്രമല്ല മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ്. ട്രൈ ടു യൂസ് ഗ്ലോസി ടൈപ്പ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈറ്റ് ഹെൽത്തി ബാലൻസ്ഡ് മീൽ. നമ്മൾ പുറമെ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ബോഡിക്ക് ഉള്ളിലോട്ട് എന്ത് കിട്ടുന്നോ അതായിരിക്കും വെളിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ട്രൈ ടു ആഡ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ യുവർ ഡയറ്റ്. ഇനി ഡാർക്ക് ലിപ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലിപ് ബാംസ് ആൻഡ് സെറംസിനെ പരിചയപ്പെടാം. ലിപ്സ് മോയ്സ്ചറൈസർ. ഈ ലിപ് ബാം എനിക്ക് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. ഇത് ഒരു ക്ലിയർ ആയിട്ടുള്ള ലിപ് ബാം ആണ്. ഇതിന് കളറോ സ്മെല്ലോ ഒന്നുമില്ല. ലിപ്സ് ഡ്രൈ ആവുന്നുണ്ടെന്ന് തോന്നിയാൽ ഞാൻ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഈ ലിപ് ബാം അപ്ലൈ ചെയ്യും. മോർണിംഗ് എണീക്കുമ്പോൾ ലിപ്പ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. മാത്രമല്ല ഡ്രൈ ആയിട്ടുള്ള ആ പോർഷൻ വളരെ തിൻ ലെയറായിട്ട് ഒരു പാട പോലെ പീൽ ഓഫ് ചെയ്തു. ലിപ് ലൈറ്റനിങ് ക്രീം. ഇതൊരു മാസ്ക് പോലത്തെ ടെക്സ്ചറുള്ള ഒരു ക്രീമാണ്. അതുകൊണ്ട് തന്നെ ഇത് നൈറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് ലിപ്പ് ലൈറ്റൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ലിപ്പ് നല്ലോണം ഡ്രൈ ആക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഓരോരുത്തരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. മേ ബി ഇത് ഡ്രൈ ആക്കാത്തവരും ഉണ്ടായിരിക്കും. ഹൈഡ്രോണിക് ലിപ് ലൈറ്റനിങ് സെറം. ഇതും എൻ്റെ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന ഒരു ലിപ് സെറമാണ്. ഇതെനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സെറമാണ് ലിപ് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ലിപ് ബാം പോലെ ലിപ്പിൽ റോള് ചെയ്യുന്ന ടൈപ്പ് ഒരു സെറമാണ്. പ്ലസ് നല്ല ഹൈഡ്രേറ്റിങ്ങുമാണ്. ഇത് നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. വിഷ് കെയർ സെറാമൈഡ് ലിപ് ബാം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ഇത് യൂസ് ചെയ്തപ്പം ഇന്നർ ലിപ്സൊക്കെ ഒന്നുകൂടെ കളർ വെച്ച പോലെ എനിക്ക് തോന്നി. ഗീ. യെസ്, നമ്മുടെ വീട്ടിലുള്ള പ്യുവർ ഗീ. ഇത് ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന പിഗ്മെൻറ്റേഷന് ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. മോർണിംഗ് ലിപ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇനിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ പറഞ്ഞ ലിപ് ബാംസും സെറംസും എല്ലാം തന്നെ ഒരു 50 to 60% വരെയൊക്കെ നമ്മുടെ ലിപ് പിഗ്മെൻറ്റേഷൻ മാറാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഒരിക്കലും നമ്മൾ ഫേക്ക് അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കാണുന്ന പോലത്തെ റോസി പിങ്ക് ലിപ്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും സ്കിന്നും ബോഡിയും ലൈഫ് സ്റ്റൈലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ പിന്നെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ലിപ് കളറിംഗ്, ലിപ് ടാറ്റു ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കമൻറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. താങ്ക് യു.